ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട് കേട്ടോ. ഒത്തിരി നാളായല്ലോ ലോഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കുറേ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ചെറിയ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ്. ഒരു കോംബോ ആണ്. ഇത് കണ്ടോ, നല്ല ഭംഗിയിൽ പൂത്ത് നിൽക്കുന്ന ബ്രൈഡൽ ബൊക്കെ, നല്ല മണമാണ് കേട്ടോ ഈ പരിസരം മൊത്തം. അപ്പോൾ നമ്മൾ 8 തരം വള്ളിച്ചെടികളുടെ ഒരു കോംബോ ഓഫറായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അധികം പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ചെടികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മെക്സിക്കൻ ഫ്ലെയിം വൈൻ. എല്ലാവർക്കും അറിയാവുന്നതാണ്, നിറച്ച് പൂക്കൾ ഉണ്ടാവുന്നതാണ്. നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പൂക്കളുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് ഇതാണ്, മെക്സിക്കൻ ഫ്ലെയിം വൈൻ. നല്ല രീതിയിൽ കുറ്റിച്ചെടിയായിട്ടും വള്ളിച്ചെടിയായിട്ടും നമുക്ക് വളർത്താൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറ്റിച്ചെടിയായിട്ടും വളർത്താം, വള്ളി കെട്ടി കൊടുത്താൽ വള്ളിച്ചെടിയായിട്ടും വളർത്താൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഗാർലിക് വൈനാണ്. ഗാർലിക് വൈൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന അതിന് വെളുത്തുള്ളിയുടെ ഒരു മണമാണ് ഈ ഒരു ലീഫിനും ഫ്ലവറിനും ഒക്കെ. അതുകൊണ്ടിട്ടാണ് അതിന് ഗാർലിക് വൈൻ എന്നുള്ള പേര് വന്നത് തന്നെ. നല്ല അടിപൊളിയായിട്ട് വളർത്താൻ പറ്റിയൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. അപ്പോൾ രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ്, ഗാർലിക് വൈൻ. അടുത്തതെന്ന് വെച്ചാൽ ലെമൺ വൈനാണ്. ഇതിൻ്റെ ഫ്രൂട്ട് നമുക്ക് ജാം ഉണ്ടാക്കാനും വൈൻ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ. ഇതും നമുക്ക് കുറ്റിച്ചെടിയായിട്ട് വളർത്താൻ പറ്റും, അതുപോലെ തന്നെ വള്ളിച്ചെടിയായിട്ട് വളർത്താൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോംബോ ഓഫർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് കോറൽ വൈനാണ് കേട്ടോ. നിറഞ്ഞു പൂക്കൾ ഉണ്ടാവുന്നതാണ്. യാതൊരു പരിചരണം ആവശ്യമില്ല, നല്ല വെയിൽ കിട്ടുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാവുന്നതാണ് കോറൽ വൈൻ. പിന്നെ തേനീച്ചകളും വണ്ടുകളും ചിത്രശലഭങ്ങളും ഒക്കെ നമ്മുടെ ഗാർഡനിൽ മനോഹരമായിട്ട് വളർത്താൻ വരുന്നതാണ്. അപ്പോൾ കോറൽ വൈനാണ് അടുത്തത്. പിന്നെ കാണിക്കുന്നത് ബ്ലീഡിങ് ഹാർട്ടാണ് കേട്ടോ. ഇത് നമുക്കൊരു കുറ്റിച്ചെടിയായിട്ട് വളർത്താൻ പറ്റും, അതുപോലെ തന്നെ വള്ളിച്ചെടിയായിട്ട് വളർത്താൻ പറ്റുന്നതാണ്. ഈ ഒരു കളറിലാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ കാണിക്കുന്നത് ക്യാഷ് ഗ്ലോ ആണ്. നിറയെ പൂക്കൾ ഉണ്ടാവുന്നതാണ് കേട്ടോ. ഇഷ്ടം പോലെ പൂക്കളാണ്. മെച്ചുവേർഡായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ മണിമുല്ലയാണ്. ഇപ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസത്തിനകം നമുക്ക് ഫ്ലവറായി തുടങ്ങുന്ന പ്ലാന്റ്സുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ കാണിക്കുന്ന ബ്രൈഡൽ ബൊക്കെയാണ്. ബ്രൈഡൽ ബൊക്കെയും ചെറുതിലേ തന്നെ പൂക്കളായി തുടങ്ങുന്നതാണ്. മുട്ടകളൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ്സുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 8 പ്ലാന്റ്സിനും കൂടി കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇതിന് നമ്മൾ ചാർജ് വരുന്നത് 499 രൂപ മാത്രമാണ് കേട്ടോ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക.